നബിതങ്ങള് രാത്രിയിൽ ഇങ്ങനെ നിന്ന് നിസ്കരിക്കാണ്. ഒരുപാട് നേരായിട്ട് നിന്ന് നിസ്കരിക്കുന്നുണ്ട്. കാലിലിങ്ങനെ നീരൊക്കെ ഇങ്ങനെ കെട്ടി വന്നിട്ടുണ്ട്. വല്ലാത്ത വേദനയുണ്ട് നബിതങ്ങൾക്ക്. ആയിഷ ബീവി സങ്കടത്തോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എന്തിനാണ് നബിയെ താങ്കൾ ഇങ്ങനെ നിസ്കരിക്കുന്നത്? ഏറ്റവും നല്ല റബ്ബിന്റെ ഏറ്റവും നല്ല സൃഷ്ടിയാണ്. റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഇനി എന്തെങ്കിലും പാപങ്ങൾ റസൂലുള്ളാഹിന് വരൂല, വന്നാലും അത് അള്ളാഹു പുറത്തു കൊടുക്കും. ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളാണ്. ഇത്രയും അഷ്വറൻസ് ഉണ്ടായിട്ടും എന്തിനാ പിന്നെ തങ്ങൾ നിസ്കരിക്കുന്നത്? നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സംശയം ആയിഷ ബീവിയും ചോദിച്ചു. ആയിഷ ബീവിയോട് നബിതങ്ങൾ പറഞ്ഞ മനോഹരമായൊരു മറുപടിയുണ്ട്. അഫല അക്കുന അബുദൻ ഷക്കൂറ. ആയിഷ, ഞാനൊരു നല്ല അടിമയാവണ്ടേ? റബ്ബ് എനിക്ക് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ഇങ്ങോട്ട് ചെയ്തു തന്ന് തിരിച്ചെന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ ഇത്രയെങ്കിലും ചെയ്തൊരു നല്ല അടിമയാവണ്ടേ എന്ന്. പ്രിയപ്പെട്ടവരെ, റമളാൻ കടന്നു വരുമ്പം നമ്മൾ സ്വീകരിക്കേണ്ട മൂന്നാമത്തെ ഹാബിറ്റ്, ദിസ് ഈസ് ഡേ 3 ഓഫ് വെൽക്കമിങ് റമളാൻ. അത്തായം കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറഞ്ഞ സമയം നമ്മളൊന്ന് കിടക്കാൻ ശ്രമിക്കും. ഭക്ഷണം കഴിച്ച് നേരെ ബെഡ് പോയി ഒന്ന് കിടക്കും. ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കും. ആ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ. ആ സമയം നിങ്ങൾ അത്താഴം കഴിഞ്ഞാൽ നേരെ പോയി ഒളു എടുക്കുക. എന്നിട്ട് 2 റക്അത്ത് ഹബീബായ തങ്ങൾ നിസ്കരിച്ച പോലെ തഹജ്ജുദ് നിസ്കരിക്കുക. റബ്ബിനോട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്യുക. അങ്ങനെ തുടങ്ങുന്ന ഒരു റമളാൻ എത്ര ബറക്കത്തുണ്ടാവും. അത് കഴിഞ്ഞ് സുബ്ഹി നിസ്കാരം, ഖുർആനോത്ത്. മാഷാ അല്ലാഹ്, എത്ര മനോഹരായ ജീവിതമാണ്.